ഹലോ എവ്രിവൺ, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഒരു പാസ്ത റെസിപ്പിയാണ്. പാസ്ത കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ചൂടായി തുടങ്ങുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് വീറ്റ് പാസ്തയാണ്. ഇവിടെ ഇപ്പോൾ ഒരു പാക്കറ്റ് പാസ്ത ഫുൾ എടുത്തിട്ടുണ്ട്. 500 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ്. പാസ്ത ഇപ്പോൾ ഇവിടെ ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി ഇതെടുത്തിട്ട് സ്ട്രെയിൻ ചെയ്യാൻ വേണ്ടി വെക്കണം. ഇതിലേക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച് സവാള ചേർത്ത് കൊടുക്കാം. ഇത് 3 സവാളയുണ്ട്. ഈ സവാളയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വാടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. സവാള ഇപ്പോൾ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 2 വലിയ തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. തക്കാളി ഒന്ന് നല്ലപോലെ കുക്കായി വരുന്നത് വരെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. തക്കാളി ഇവിടെ ഇപ്പോൾ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ചിക്കൻ്റെ ബോൺലെസ് പീസസ് ആണുള്ളത്. ഒരു 300 ഗ്രാമോളം ചിക്കൻ ഉണ്ടാവും. ഇത് ചിക്കന് നല്ലപോലെ കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ചിക്കൻ ഇവിടെ കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. മല്ലിപ്പൊടി 2 ടീസ്പൂൺ. ഇതിലേക്ക് 2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കണം. 2 മിനിറ്റ് നന്നായി വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് കോൺ എടുത്തിട്ടുണ്ട്. ഇത് ഫ്രോസൺ കോണാണ്. പിന്നെ ഇതിലേക്ക് ക്യാപ്സിക്കവും ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ 1 ക്യാപ്സിക്കവും 2 ക്യാരറ്റും ആണ് എടുത്തിട്ടുള്ളത്. വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് വഴറ്റി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് അടച്ചു വെച്ചാണ് വേവിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ വൈറ്റ് പെപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ സാദാ കുരുമുളക് പൊടി ബ്ലാക്ക് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ പിസ്സ സോസാണ്. ഇതിന് മുന്നേ ഞങ്ങൾ പിസ്സയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിന്. അപ്പോൾ അതിൽ ഇതിൻ്റെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുത്താൽ പാസ്തയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ആരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഐക്കാർഡിലോ കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂണ്
ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ച പാസ്ത കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ വെക്കാം. പാസ്തയിലേക്ക് നല്ലപോലെ മസാല ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പാസ്ത ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യാം. ഈ പാസ്ത വീറ്റിൻ്റെതാണ്. പിന്നെ ഇതിൽ ചിക്കൻ കൂടാതെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിന്നർ റെസിപ്പി കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കും സജഷൻസും ഒക്കെ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ.